അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ദിക്ർ പരിചയപ്പെടുത്തി തരാം, ഒരു ദുആ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ദുആ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ധാരാളമായിട്ട് ഡെയിലി നിങ്ങൾ അധികരിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്താണോ പ്രയാസം അത് അള്ളാഹു പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും. അത് നിങ്ങൾക്ക് ഒരുപാട് കടമുണ്ടെങ്കിൽ അള്ളാഹു കടം നിങ്ങൾക്ക് വീട്ടിൽ തരും, അല്ലെങ്കിൽ വീടില്ലാത്തവർക്കാണെങ്കിൽ വീട് തരും, മക്കളില്ലാത്തവർക്കാണെങ്കിൽ മക്കളെ തരും. എന്താഗ്രഹമായിക്കോട്ടെ നിങ്ങൾ ചൊല്ലിക്കോളി, നിങ്ങൾ മനസ്സിൽ നിയത്താക്കി ചൊല്ലിക്കോളി. ഈ ഒരു ദിക്ർ എന്ന് വെച്ചാൽ, ഈ ഒരു ദുആ എന്ന് വെച്ചാൽ നമ്മുടെ മൂസാ നബി പതിവാക്കിയ, മൂസാ നബി ചൊല്ലിയ ഒരു ദിക്റാണ്. മൂസാ നബി എല്ലാം നഷ്ടപ്പെട്ട് വീടും മക്കളും അതുപോലെ മൂസാ നബിയുടെ ജീവിതത്തിലുള്ള എല്ലാം നഷ്ടപ്പെട്ട് ഒരുപാട് ദുഃഖിതയായിട്ട് മൂസാ നബി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നിട്ട് ഒരു ചൊല്ലിയ ദിക്റാണിത്. ഈ ഒരു ദിക്ർ മൂസാ നബി ഈ ഒരു ദുആ ഒരുപാട് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തു. അപ്പം മൂസാ നബിക്ക് വീട് ലഭിച്ചു, അതുപോലെ മക്കളെ ലഭിച്ചു, കുടുംബം ലഭിച്ചു, എല്ലാം മൂസാ നബിക്ക് ലഭിച്ചു. അതുകൊണ്ട് ഈ ഒരു ദിക്ർ, ഈ ഒരു ദുആ ധാരാളം അധികരിപ്പിച്ചാൽ നമുക്ക് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരും. നമ്മൾ ചോദിച്ചാൽ അള്ളാഹു തരും, അള്ളാഹു കേൾക്കും എന്ന ഉറച്ച വിശ്വാസം വേണം. മൂസാ നബി ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ മൂസാ നബിക്ക് ഇത്രയും കാര്യം അള്ളാഹു കൊടുത്തു. അപ്പോൾ നമുക്കും അള്ളാഹു തരും. നമ്മൾ മൂസാ നബിക്ക് വേണ്ടി ഹദിയ ചെയ്യുക, അതുപോലെ നമ്മൾ അള്ളാഹു തആലക്ക് വേണ്ടി ദിക്ർ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്യുക. നമ്മളൊരു അമല് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലണം. എന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ തെറ്റ് പുറത്തു തരാൻ വേണ്ടി ദുആ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ദുആ ചൊല്ലേണ്ടത്. ആ ഒരു ദുആയാണ് റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഹൈറിൻ ഫഖീർ. ഈ ഒരു ദുആ, ഈ ഒരു ദിക്ർ നിങ്ങൾ, ഈ ഒരു ആയത്ത് നിങ്ങൾ അധികരിപ്പിക്കുക. നിങ്ങൾക്ക് ഒറ്റ ഇരിപ്പിൽ അള്ളാഹുവിനോട് എത്രയാണോ ചെല്ലാൻ പറ്റുക, 313 ആണെങ്കിൽ 313 ചൊല്ലുക, അല്ലെങ്കിൽ 113 ആണെങ്കിൽ 113 ചൊല്ലുക ഡെയിലി, അല്ലെങ്കിൽ 450 ആണെങ്കിൽ 450 ചൊല്ലുക. എത്രയാണോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ചൊല്ലുക. ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയും ചെയ്യുക. ശേഷം തുടക്കത്തിലും ശേഷവും നബിയുടെ ഹദറത്തിലേക്ക് ഒരു 33 സലാത്തും ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹു സാധിപ്പിച്ചു തരും. ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങും, ഉറപ്പാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിൻ്റെ ഒരു വഴി ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അള്ളാഹു തുറന്നു തരും. അതുപോലെ നിങ്ങൾക്ക് മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ രോഗമാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ശമനം ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലും അറിയിക്കുക.